ഗെയിം കാണാറുണ്ടോ ഇറങ്ങിയതിന് ശേഷം? ഇടയ്ക്ക് എപ്പിസോഡുകൾ കാണാറുണ്ട്. ലൈവ് അത് അധികം ഞാൻ കാണുന്നുണ്ട്. ലൈവ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഇടയ്ക്ക് മിസ് ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ ലൈവ് എടുത്ത് വെച്ച് ആരെ മിസ് ചെയ്യണേ? അല്ല, ബിഗ് ബോസ് ഹൗസ് മിസ് ചെയ്യണ സമയത്ത് നമ്മൾ ഇടയ്ക്ക് ലൈവ് എടുത്ത് കാണും. കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസത്തെ ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നിങ്ങളുടെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു കണ്ടപ്പോൾ. പക്ഷെ എനിക്ക് ആ സാബുചേട്ടൻ്റെയും ശ്വേത ചേച്ചിയുടെ ഒക്കെ പോസിബിലിറ്റീസ് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. കൊള്ളായിരുന്നു, നൈസായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. എന്തായിരുന്നു എൻ്റെ ഏത് ഇത് പറ ഇൻസിഡൻറ്റ് പറ. ആ, അത് ഒബ്വിയസ്ലി നമ്മൾ 10-60 ദിവസം ഒരുമിച്ച് നിൽക്കുന്നവർ പെട്ടെന്നൊരു ദിവസം പോണ സമയത്ത് എന്തായാലും വിഷമം ഉണ്ടാവുമല്ലോ. ആ വിഷമം പിന്നെ ഈ കരയുന്നത് ജെനുവിനാ നല്ലതെന്ന് നിങ്ങൾ പറയില്ലേ? അത് ജെനുവിനാണ്. അത് ഓരോരുത്തർ കരയുന്നത് ഓരോ രീതിയിലല്ലേ, എല്ലാവർക്കും ഒരേപോലെ കരയാൻ പറ്റും. അതറിയില്ല. അത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചായിരുന്നു. അത് വിഷ്വൽ കണ്ട സമയത്ത് ഐ ഫെൽറ്റ് ലൈക്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് സമാധാനിപ്പിക്കായിരുന്നു തോന്നി. അവൾ ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്തു എനിക്ക്. അതായത് എല്ലാവരും കൂടി കോർണർ ചെയ്തൊന്ന് ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്തു. ജാസ്മിൻ ഇങ്ങനെ കരഞ്ഞപ്പം ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു നീ കാരണമാണ് പോയത്. അതിലൊന്നും കാര്യമില്ല, അതൊക്കെ ഗെയിമാണ്. വണ്ടി അപ്പോൾ ബാക്കിയുള്ള പ്ലാൻസ് ഒക്കെ എന്തെങ്കിലാണ് ഇപ്പോൾ? ഇനി എനിക്കൊന്ന് കല്യാണം ഉണ്ടാക്കി പോകണം. വേറെ പ്ലാനൊന്നും കല്യാണം അല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ട് വൈകുന്നേരം. അപ്പം അതിന് പോകണം. അതാണ് ഈ പ്ലാൻ, വേറെ ഒന്നുമില്ല. അതായത് ഗബ്രി മറ്റേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റീസെൻ്റ്ലി ലുലുമാളിൽ വന്നു കഴിഞ്ഞപ്പോൾ താങ്കൾ ഭയങ്കരമായിട്ടുള്ളൊരു സൈബർ അറ്റാക്ക് നേരിട്ടായിരുന്നല്ലോ. എന്ന് വെച്ചാൽ മറ്റേ ശരണ്യയുടെ കൂടെ വന്നതിന് കുറച്ച് നെഗറ്റീവ്സ് ആയിട്ടുള്ള രീതിയിലുള്ള വന്നത്. ശരണ്യയോട് വന്നേനോ സൈബർ അറ്റാക്ക് അല്ലേ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? കുഴപ്പമില്ല, ഫൈൻ. എന്താണെന്നാലും പറയാനുള്ള അവരോട്? അല്ല, അറ്റ്ലീസ്റ്റ് എൻ്റെ കൂടെ ഉള്ളവരെ പറയാതെ എന്നെ പറയും. അതാണ് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യം. അതായത് എന്നെ പറഞ്ഞു, എന്നെ എന്തായാലും പറയുന്നുണ്ട്. കൂടെ ഒരാൾ കാണുമ്പോൾ ആ കുട്ടിക്ക് എതിരെയും കുറേ കോമൻസ് ഒക്കെ ഞാൻ വായിച്ചായിരുന്നു. പക്ഷേ അത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഷീ വാസ് ജസ്റ്റ് എ പ്രൊഫഷണൽ വാസ് വർക്കിംഗ് ഫോർ ദ ഫാഷൻ ഷോ. എൻ്റെ കൂടെ വന്നതല്ല, അത് ആ ഫാഷൻ ഷോയിലേക്ക് വന്നതാണ്. അപ്പോൾ ഒബ്വിയസ്ലി അങ്ങനെ ഹേറ്റ് നമ്മൾ സ്പ്രെഡ് ചെയ്യണ്ട മാക്സിമം ഒന്ന്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത്ര ഭയങ്കരമായിട്ടുള്ളൊരു ട്രോളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഗബ്രിയുടെ പേര് വന്നപ്പോൾ ഭയങ്കര കയ്യടിയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തോന്നു ശരിക്കും? ഇഷ്ടമുള്ള ഏതൊരു കാര്യത്തിനും ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമുള്ളവരുള്ളത് മതി. ഇല്ല, വണ്ടി എവിടെ? വണ്ടി വാല കൊടുത്തിട്ട് അവർ കൊണ്ടുവരാണ്. പോസിറ്റീവ് കമന്റ് ഉള്ളുണ്ട്, അത് നോക്കും. കൂടുതൽ കാര്യമില്ല. നമുക്ക് എന്തായാലും 1-2 പോസിറ്റീവ് കമന്റ് ഉണ്ടെങ്കിൽ അത് മതി. എനിക്ക് നെഗറ്റീവ് ഞാൻ ഇഗ്നോർ ചെയ്യണം. എന്തിനാണ് നെഗറ്റീവ് നമ്മൾ നോക്കി നമ്മൾ മനസ്സിലേക്ക് എടുത്തതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഡിസ്കഷൻസ് ഒന്നും കൺഫേം ഒന്നും ആയിട്ടില്ല. നല്ലൊരു അവസരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സിനിമ തന്നെ ഫോക്കസ് ചെയ്യുന്നത് 100%. ഞാൻ അതിൽ പോയതിൻ്റെയും എൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം സിനിമയിലേക്ക് എത്തുക എന്ന് തന്നെയാണ്. അപ്പോൾ 100%. ഗബ്രിയുടെ കൂടെ ഏതൊരു പെൺകുട്ടിയെ കണ്ടാലും ഇപ്പോൾ അപവാദം പറയാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയ എത്തിക്കുന്നുണ്ട്. സോ അതിനോട് ഇത് പറയുന്നു. മതി, ഓക്കെ, മതി.